അവളുടെ രാവുകൾ എന്ന ഒരു പിക്ചർ മ്യൂസിക് ചെയ്തു ഐ വി ശശിയുടെ ഐ വി ശശി തന്നെ. അതിൽ എന്താണെന്നാൽ രണ്ട് പാട്ട് ഞാൻ പാടി ഓർമ്മയുണ്ടോ? പറഞ്ഞെന്നാൽ ഇതിലൊരു കാര്യമുണ്ട്. ഈ ബാക്ക്ഗ്രൗണ്ട് വരുന്നല്ലേ, അങ്ങനെ വയലൻസ്, ഫുൾ വയലൻസ്, ഹെവി ആയിട്ട് ബാക്ക്ഗ്രൗണ്ട് വരും. അത് നമ്മുടെ മലയാളം പിക്ചറിലെ അത്ര ആരും പേര് ചെയ്യുന്നില്ല, പണം അല്ലേ. എല്ലാ ഞാൻ കൂടെ അപ്പോൾ വളരെ മലയാളം പിക്ചേഴ്സ് എന്നാൽ പണം കമ്മി കുറച്ച് വാങ്ങി തന്നെ പാടി. അതുകൊണ്ട് മ്യൂസിക് ഡയറക്ടേഴ്സ് നിറയെ എനിക്ക് 100 വയലൻസ് വേണം അങ്ങനെ എന്ന് പറഞ്ഞാൽ ആരും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഐ വി ശശി ഡയറക്ടറിലെ ബ്രെയിൻ ഒരു കാര്യം ചെയ്തു, ആ റെക്കോർഡ് കൊണ്ടു. ഇത് സ്വാമി എന്ന ഒരു പിക്ചറിലെ ലതാ മങ്കേഷ്കർ പാടിയ സാങ്സാണ് ഈ രണ്ട് പാട്ടും. ഹിന്ദിയിലെ സ്വാമി പിക്ചർ, അത് ഈ രണ്ട് പാട്ടും ഉണ്ണിയാരോ, അത് ഈ രാഖേന്ദ് കിരണങ്ങൾ രണ്ടും ലതാ മങ്കേഷ്കർ പാടിയ ഹിന്ദി സോങ്സ്, സെയിം ട്യൂൺ ഇവർ വെച്ചു. അപ്പോൾ ഐ വി ശശി എന്ത് ചെയ്തെന്നാൽ ഒരു റെക്കോർഡ് കൊണ്ടുവന്ന് ആ സോങ് റെക്കോർഡ് തിയേറ്ററിൽ റെക്കോർഡ് ചെയ്യാൻ ഞാൻ റൂമിൽ പാടും ഹെഡ്ഫോൺസ് വെച്ച്. പിന്നെ ഓർക്കസ്ട്ര ചില പേർ വോയിസ് ഫോളോ ആകുന്നത്ര ഇൻസ്ട്രുമെൻറ്റ്സ്, റിതംസ്, ഗിറ്റാർസ് ഇതെല്ലാം ഹാളിൽ എല്ലാവരും ഇരിക്കുന്നു, എല്ലാവരും ഹെഡ്ഫോൺസ് വെച്ചു. ഒരു കണ്ടക്ടർ, ഐ തിങ്ക് ശേഖർ തന്നെ ആയിരിക്കും, നമ്മുടെ റഹ്മാൻ്റെ ഫാദർ ശേഖർ. അവരെത്രയോ മ്യൂസിക് ചെയ്ത് അവരുടെ മ്യൂസിക്കിൽ കൂടെ ഞാൻ പാടി. അവർ തന്നെ കാൽവാസ് എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സൊക്കെ കണ്ടക്ടറായിട്ട് ഓർക്കസ്ട്രൈസേഷന് കണ്ടക്ടിങ് ചെയ്യുന്നത് ശേഖർ തന്നെ മലയാളം പിക്ചേഴ്സിൽ. അങ്ങനെ അവർ കണ്ടക്ട് ചെയ്യുന്നു. ഇവരെന്ത് ചെയ്യുന്നതെന്നാൽ റെക്കോർഡിങ് റൂമുണ്ടല്ലേ, മിക്സർ, ആ മിക്സറിൽ മേലെ നിന്ന് പ്രൊജക്റ്റ് ചെയ്യുന്ന ഇതായിരിക്കും പ്രൊജക്ടർ. മേലെ ആ പാട്ട് ഒറിജിനൽ നിന്ന് ഇവിടെ ഫീഡ് ചെയ്യുന്നു. കണക്ഷൻ വെച്ച് ബാക്ക്ഗ്രൗണ്ട് വരുമ്പോൾ ആ ഹെവി ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ഇവിടെ എങ്ങനെ റേസ് ചെയ്തു, പാട്ട് വരുമ്പോൾ അവർ വായിക്കും, ഞാൻ പാടും. അത് ഓഫ് ചെയ്യും, അത് ഓഫ് ചെയ്താൽ ഞങ്ങൾ പാടുന്നത് വരും. പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഈ ഹെവി ബാക്ക്ഗ്രൗണ്ട് വരുമ്പോഴെല്ലാം അത് ഓൺ ചെയ്യും, അവിടെ പ്ലേ ചെയ്യുന്നില്ലേ അത് വരും. ആ ടെമ്പോയിൽ തന്നെ കറക്റ്റായിട്ട് ഞങ്ങൾ പാടി, അത് വരുമ്പോൾ അത് റേസ് ചെയ്ത്, പിന്നെ പാടുമ്പോൾ അത് ഓഫ് ചെയ്ത്, ഇത് വരുമ്പോൾ അങ്ങനെ റെക്കോർഡ് ചെയ്തപ്പോൾ അത്ര ഹെവി ആയിട്ട് ആ ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം കിട്ടി. ആക്ച്വലായിട്ട് ഒറിജിനൽ തന്നെ അത് ഫീഡ് ചെയ്തു. അത് ചെയ്യണമെന്നാലും ഐഡിയ വരണമല്ലേ, അത് ഡയറക്ടർ ബ്രെയിൻ അത്ര നല്ല ബ്രെയിൻ മിക്സ്ചറാണ് ഈ പാട്ട് ചെയ്തു. പാട്ടെല്ലാം നമ്മൾ പാടി, ബാക്ക്ഗ്രൗണ്ട്സ് എല്ലാം ബോംബെയിൽ നിന്ന് വന്നു. അങ്ങനെ ചെയ്തു. അപ്പോഴെല്ലാം ട്രാക്ക് കൊണ്ടുവരുന്നതും ട്രാക്കിലെ പാടുന്നതില്ലല്ലോ, ഈ റെക്കോർഡ് വെച്ച് സാധാരണ റെക്കോർഡിൽ നിന്ന് അങ്ങനെ ഫീഡ് ചെയ്തു. അത് വളരെ ഗ്രേറ്റ് അല്ലേ അങ്ങനെ ചെയ്യുന്നത്. ട്രാക്ക് പാടുന്നതിന്റെ തുടക്കം അവിടെയാണ്.
ട്രാക്ക് ആയാൽ ഫുള്ളായിട്ട് സോങ് എല്ലാം ഇരിക്കും, ഹെഡ്ഫോൺ പോയിട്ട് ഞങ്ങൾ പാടും. ഓർക്കസ്ട്ര ജോലി ഒന്നുമില്ല, പക്ഷെ ഓർക്കസ്ട്ര കൂടെ ഉണ്ട് പാട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി. അങ്ങനെ ചെയ്തു ആ സോങ്സ്. ഈ 2 പാട്ടും അത് ഇത്ര ചില വിഷയങ്ങളെല്ലാം മറക്കാൻ സാധ്യമില്ല. എനിക്ക് അങ്ങനെ ഓർമ്മയിരിക്കും ആ സോങ് റെക്കോർഡിങ് പാടിയത് ഇതെല്ലാം.